ഈ ജനങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള പോലീസിന്റെ നീക്കം ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അവർ പിരിഞ്ഞു പോകാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? ഈ മേഖലയിൽ, അതായത് നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു ജനരോഷം ഇപ്പോഴും ഉണ്ട്. കാരണം പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റ് അടക്കം തകർക്കുന്ന ഒരു സ്ഥിതിയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മതിലടക്കം പൊളിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ ജനങ്ങൾ ഈ പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ പോലും ശ്രമിച്ചിരുന്നു. എന്നാൽ വളരെ സുരക്ഷിതമായി തന്നെയാണ് പ്രതിയെ പോലീസുകാർ വലിയ സുരക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുള്ളിലേക്ക് പ്രതിയെ എത്തിച്ചത്. എന്നാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് രോഷാകുലരായി എത്തിയ ജനങ്ങൾ പ്രതിയെ ആക്രമിക്കാനും അതേപോലെ തന്നെ പോലീസുകാരെ ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ളൊരു സംഘർഷ സാധ്യത തന്നെ. പോലീസ് ലാത്തി അടക്കം വീശിയാണ് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കിയത്. എന്നാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു സമാധാനപരമായ നീക്കം ഉണ്ടായില്ല. പോലീസിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ജനം മാറുകയായിരുന്നു. അതിനാൽ തന്നെ വലിയൊരു സംഘർഷ അവസ്ഥ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ നിലനിൽക്കുകയാണ്. നേരത്തെ ആലത്തൂർ DYSP പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ രീതിയിലാണ് പോലീസ് ഈ പ്രതിയെ ഈ സമീപ പ്രദേശത്ത് നിന്ന്, അതായത് കൊലപാതകം നടത്തിയ സമീപ പ്രദേശത്ത് നിന്ന് തന്നെ പിടികൂടിയത് എന്നാണ് ആലത്തൂർ DYSP വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ പോലീസിൻ്റെ പഴുതടച്ചുള്ള തെരച്ചിലിനൊടുവിൽ പ്രതി ചെന്താമരൻ കൊടുകുറ്റവാളി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. നാടിന് മണിക്കൂർ, അതായത് പിടിച്ചിരിക്കുകയാണ്. നാടിനെ ഒന്നാകെ ഭയത്തിലാഴ്ചയിരുന്ന കൊടും കുറ്റവാളിയാണ് ഇപ്പൊ പോലീസ് സാഹസികമായി പിടിച്ച് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. ബാക്കി തുടർ നടപടികളെ കുറിച്ചൊക്കെ പോലീസ് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഔദ്യോഗികമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. നിലവിൽ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ, വീടിനടുത്തുള്ള പ്രദേശത്ത് തന്നെയായിരുന്നു പ്രതി ഉണ്ടായിരുന്നത്. ഇന്ന് രാത്രിയോടുകൂടെ പ്രതി പുറത്തേക്ക് വരികയും പാടത്തു നിന്നാണ് പ്രതിയെ പിടിച്ചത് എന്ന കാര്യവും DYSP വ്യക്തമാക്കിയിട്ടുണ്ട്. നെന്മാറ ഇരട്ടക്കൊല കേസിലെ പ്രതി ചെന്താമര പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. പ്രതിയെ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. സ്ഥലത്ത് ജനങ്ങളുടെ വലിയൊരു സംഘർഷം തന്നെ നടക്കുകയാണ്. പ്രതിയെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമവുമുണ്ടായി. പോലീസുകാർ ജനങ്ങളെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണ്. എന്നിരുന്നാൽ കൂടി ആ പ്രദേശത്തെ ആകെ വിറപ്പിച്ച ഒരു കൊടും കുറ്റവാളിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ പ്രതികരണം അത് സ്വാഭാവികമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. നാടിനെ ആകെ നടുക്കിയ ആ ജനങ്ങളുടെ ആകെ പേടി സ്വപ്നമായിരിക്കുന്ന ചെന്താമരയാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. പ്രതിയെ കയ്യേറ്റം ചെയ്യാനുള്ളൊരു ശ്രമം തന്നെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഈ ചെന്താമരയുടെ കൊലപാതകങ്ങളെല്ലാം തന്നെ വലിയ പദ്ധതിയോടെ ഉള്ളതായിരുന്നു. 2019 ഈ സുധാകരന്റെ ഭാര്യയായിരുന്നു ആദ്യം ചെന്താമര കൊലപ്പെടുത്തിയത്. തന്റെ ഭാര്യ പിണങ്ങിപ്പോയതിന് കാരണം നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീയാണെന്ന ഒരു ജ്യോത്സ്യൻ പറഞ്ഞതാണ് ഈ ഒരു കഥയുടെ തുടക്കമായി വരുന്നത്. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് 2019 സുധാകരന്റെ ഭാര്യ കൊല്ലപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് സുധാകരനെയും അമ്മയെയും ഈ ചെന്താമര കൊന്നത്. അതിനുശേഷം ഒരു 4ഓളം സ്ത്രീ, 2 മാസം മുൻപ് വരെ ഒരു 4ഓളം സ്ത്രീകളെ ഇതിന്റെ പേരിൽ ചെന്താമര ഭീഷണിപ്പെടുത്തിയെന്ന വിവരങ്ങളും ലഭിച്ചിരുന്നു. അത്തരത്തിൽ ആ നാടിനെ ഒന്നാകെ ഭീഷണിപ്പെടുത്തിയ, ഒന്നാകെ വിറപ്പിച്ച ഒരു കൊടും കുറ്റവാളി, ഒരു കൊടും ക്രിമിനലാണ് ഇപ്പോൾ നെന്മാറ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. 36 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ കേരള പോലീസ് പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നു. വീടിനടുത്ത് നിന്ന് തന്നെയാണ് ഈ പ്രതിയെ പിടികൂടിയതെന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ പ്രതി ചെന്താമര നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷന് പുറത്ത് ജനങ്ങളുടെ വലിയൊരു സംഘർഷം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.